നമസ്കാരം. ദി ന്യൂസ് ഐയിലേക്ക് സ്വാഗതം. ഇന്ത്യയുടെ സമുദ്രാതിർത്തികളിലെ തന്ത്രപ്രധാനമായ ഗ്രേറ്റ് നിക്കോബാറിൽ കേന്ദ്രം പ്രഖ്യാപിച്ച വൻകിട പദ്ധതി വൻ വിവാദമായിരിക്കുകയാണ്. പദ്ധതി രാജ്യത്തിന് സാമ്പത്തികവും പ്രതിരോധപരവുമായ വൻ നേട്ടങ്ങൾ സമ്മാനിക്കുമെന്ന് കേന്ദ്രം അവകാശപ്പെടുമ്പോൾ പാരിസ്ഥിതികവും മനുഷ്യാവകാശപരവുമായ പ്രശ്നങ്ങൾ ഉയർത്തുമെന്ന് പരിസ്ഥിതി വിദഗ്ധരും പ്രതിപക്ഷ പാർട്ടികളും ചൂണ്ടിക്കാട്ടുന്നു. 81,000 കോടിയുടെ ഈ പദ്ധതി പ്രകൃതിക്കും ആദിവാസി പാരമ്പര്യത്തിനും നേരെയുള്ള കടന്നുകയറ്റമാണെന്നാണ് ബുധനാഴ്ച ആൻഡമാൻ നിക്കോബാർ സന്ദർശിച്ച ശേഷം നടത്തിയ പ്രസ്താവനയിൽ രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടത്. ചരക്ക് കപ്പലുകൾക്കായുള്ള ആധുനിക തുറമുഖം അഥവാ ട്രാൻസ്ഷിപ്മെന്റ് ഹാർബർ, സിവിലിയൻ ആവശ്യങ്ങൾക്കും സൈനിക ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാവുന്ന ഗ്രീൻഫീൽഡ് എയർപോർട്ട്, പദ്ധതികൾക്കാവശ്യമായ ഊർജം കണ്ടെത്തുന്നതിന് ഗ്യാസ് സോളാർ അധിഷ്ഠിത പവർ പ്ലാന്റ്, വലിയൊരു ടൗൺഷിപ്പ് എന്നിവ അടങ്ങുന്നതാണ് പദ്ധതി. ലോകത്തെ പ്രമുഖ കപ്പൽ പാതകളിലൊന്നായ മലാക്ക കടലിടുക്കിനു സമീപമാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. ആഗോള വ്യാപാരത്തിൻ്റെ വലിയൊരു ഭാഗവും കടന്നു പോകുന്നത് മലാക്ക കടലിടുക്ക് വഴിയാണ്. ഇവിടെ ട്രാൻസ്ഷിപ്മെന്റ് ഹാർബർ വരുന്നത് ആഗോള വ്യാപാരത്തിൽ ഇന്ത്യക്ക് കൂടുതൽ പങ്കാളിത്തം നൽകും. ഇന്തോ പസഫിക് സമുദ്ര മേഖലയിൽ സൈനിക തന്ത്രപ്രധാന സാന്നിധ്യം ഉറപ്പാക്കാനും സാധിക്കുമെന്നാണ് സർക്കാർ വാദം. വിനോദ സഞ്ചാര മേഖലയുടെ വളർച്ചയും പദ്ധതി മുഖേന കൈവരുന്ന തൊഴിലവസരങ്ങളും രാജ്യത്തിൻ്റെ സാമ്പത്തിക പുരോഗതിക്ക് ആക്കം കൂട്ടുകയും ചെയ്യും. അതേസമയം പദ്ധതി സൃഷ്ടിക്കുന്ന പരിസ്ഥിതി മാനുഷിക പ്രശ്നങ്ങൾ വളരെ വലുതും അതീവ ഗുരുതരവുമാണ്. ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ ജൈവ വൈവിധ്യ കേന്ദ്രങ്ങളിലൊന്നാണ് ഗ്രേറ്റ് നിക്കോബാർ ദ്വീപ്. അപൂർവ ജീവജാലങ്ങളുടെ ആവാസ മേഖലയാണിത്. അപൂർവ ജീവികളിലൊന്നായ നിക്കോബാർ മെഗാപോഡ് പക്ഷിയും ലോകത്തെ ഏറ്റവും വലിയ കടലാമകളിൽപ്പെട്ട ലെതർ ബാക്ക് ആമകളും മുട്ടയിടാൻ തിരഞ്ഞെടുക്കുന്നത് ഇവിടുത്തെ തീരപ്രദേശങ്ങളെയാണ്. പദ്ധതിക്ക് വേണ്ടി ലക്ഷക്കണക്കിനു മരങ്ങൾ മുറിച്ചു മാറ്റുന്നത് ജൈവ വൈവിധ്യങ്ങൾ നശിപ്പിക്കുകയും അപൂർവ ജീവികളുടെ ആവാസ വ്യവസ്ഥയെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യും. ഏകദേശം 166.10 ചതുരശ്ര കിലോമീറ്റർ ഭൂമിയിലാണ് പദ്ധതി വരുന്നത്. ഇതിനായി 7.11 ദശലക്ഷം മരങ്ങൾ മുറിക്കേണ്ടി വരുമെന്നാണ് സർക്കാർ കണക്ക്. 10 ലക്ഷത്തോളം മരങ്ങൾ മുറിക്കേണ്ടി വരുമെന്നാണ് പരിസ്ഥിതി വിദഗ്ധരുടെ പക്ഷം. വനനശീകരണത്തിനു പകരം ഹരിയാനയിൽ മരം വെച്ച് പിടിപ്പിക്കുമെന്നാണ് സർക്കാർ പറയുന്നത്. എന്നാൽ ലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് രൂപപ്പെട്ട നിക്കോബാർ വനത്തിന് പകരമായി മറ്റൊരു സ്ഥലത്ത് വെച്ച് പിടിപ്പിക്കപ്പെടുന്ന മരങ്ങൾ അതേ ജൈവ വൈവിധ്യമോ കാർബൺ ആഗീകരണ ശേഷിയോ പ്രകടിപ്പിക്കുകയില്ല. പ്രകൃതിയുടെ സ്വാഭാവിക സന്തുലിതാവസ്ഥ തിരിച്ചുപിടിക്കാൻ പര്യാപ്തവുമല്ല. പദ്ധതിയുടെ ഭാഗമായി കടൽ നികത്തുന്നതും മണ്ണെടുത്തു മാറ്റുന്നതും തീരത്തോട് ചേർന്നുള്ള പവിഴപ്പുറ്റുകളുടെയും ഇതര സമുദ്രജീവികളുടെയും നാശത്തിന് ഇടയാക്കുകയും ചെയ്യും. കടലിലെ ആവാസ വ്യവസ്ഥയുടെ അടിസ്ഥാനശിലയാണ് പവിഴപ്പുറ്റുകൾ. വികസനത്തിൻ്റെ പേരിൽ ഇവിടെ ബലി നൽകപ്പെടുന്നത് പരിസ്ഥിതി മാത്രമല്ല, മനുഷ്യൻ കൂടിയാണ്. ഗ്രേറ്റ് നിക്കോബാർ ദ്വീപിലെ ആദിമവർഗക്കാരായ ഷാംപെൻ നിക്കോബാരീസ് ഗോത്രക്കാരുടെ നിലനിൽപ്പ് പദ്ധതി മൂലം വെല്ലുവിളി നേരിടുന്നുണ്ട്. ഇന്നും പുറം ലോകവുമായി കാര്യമായി ബന്ധമില്ലാത്ത കാട്ടുവിഭവങ്ങൾ ശേഖരിച്ചും മൃഗങ്ങളെ വേട്ടയാടിയും ജീവിക്കുന്നവരാണ് ഷാംപെൻ വിഭാഗം. ഇവരുടെ വനഭൂമിയാണ് പദ്ധതിക്കായി ഏറ്റെടുക്കുന്നത്. സുനാമിക്ക് ശേഷം ദ്വീപിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് മാറി താമസിക്കേണ്ടി വന്നവരാണ് നിക്കോബാരീസ് ഗോത്രക്കാർ. ഇവർ തങ്ങളുടെ പഴയ ഭൂമിയിലേക്ക് മടങ്ങി വരാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് അവിടെ ഈ വൻകിട പദ്ധതി നടപ്പാക്കാൻ ഒരുങ്ങുന്നത്. പദ്ധതിക്ക് ലഭിച്ച പാരിസ്ഥിതിക അനുമതിയെക്കുറിച്ചും സംശയം ഉയർന്നിട്ടുണ്ട്. പൊതുസമൂഹത്തിൻ്റെ അഭിപ്രായം, ശാസ്ത്രീയ പഠനം, സുതാര്യത തുടങ്ങിയവ ഇത്തരം വൻകിട പദ്ധതികളിൽ അനിവാര്യമാണ്. ഈ ഘടകങ്ങൾ വേണ്ടത്ര പാലിക്കപ്പെട്ടില്ലെന്ന ആരോപണം ശക്തമാണ്. ഒരു ജനാധിപത്യ രാജ്യത്ത് വികസന തീരുമാനങ്ങൾ എടുക്കുന്നത് ഭരണകൂടത്തിൻ്റെ മാത്രം അവകാശമല്ല, അതൊരു പൊതു സമ്മത പ്രക്രിയയായി തീരേണ്ടതുണ്ട്. വികസനം അനിവാര്യതയാണ്. അത് പക്ഷേ പരിസ്ഥിതിയെ മാനിച്ചായിരിക്കണം. പ്രകൃതിയെയും മനുഷ്യനെയും ദോഷകരമായി ബാധിക്കുന്ന തരത്തിലുള്ള വികസനം യഥാർത്ഥ പുരോഗതിയല്ല. ഗ്രേറ്റ് നിക്കോബാർ പദ്ധതി രാജ്യത്തിന് സാമ്പത്തികവും തന്ത്രപ്രധാനപരവുമായ നേട്ടങ്ങൾ ഉണ്ടാക്കിയേക്കാം. അതിൻ്റെ പേരിൽ പരിസ്ഥിതിയെയും ആദിവാസി സമൂഹങ്ങളെയും
ദുരന്ത സാധ്യതകളെയും അവഗണിക്കുന്നത് ന്യായീകരിക്കാവുന്നതല്ല. സുനാമി സാധ്യതയുള്ള സീസ്മിക് മേഖലയിലാണ് ഗ്രേറ്റ് നിക്കോബാർ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. ഭൂകമ്പ സാധ്യതയുള്ള പ്രദേശം കൂടിയാണിത്. സുനാമിയും ഭൂകമ്പവും ഏതവസരത്തിലും സംഭവിക്കാവുന്ന പ്രദേശത്ത് 81,000 കോടിയുടെ വൻകിട നിർമ്മാണങ്ങൾ എത്രത്തോളം സുരക്ഷിതമാണെന്ന ചോദ്യത്തിന് ബന്ധപ്പെട്ടവർ മറുപടി നൽകേണ്ടതുണ്ട്. മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള സന്തുലിതാവസ്ഥയുടെ അനിവാര്യത ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുന്ന പ്രകൃതി ദുരന്തങ്ങൾ നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നതെന്ന കാര്യം മറക്കരുത്. പദ്ധതിയുടെ വ്യാപ്തി കുറച്ച് പരിസ്ഥിതിക്ക് ഏറ്റവും കുറഞ്ഞ ആഘാതം സൃഷ്ടിക്കുന്ന വിധത്തിൽ രൂപകൽപ്പന ചെയ്യുന്നതിനെക്കുറിച്ച് പുനർവിചിന്തനം ആവശ്യമാണ്.